തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സിനിമാ ലോകത്തെ രണ്ട് വൻമരങ്ങൾ രാഷ്ട്രീയ ഗോതയിൽ നേർക്കുനേർ വരുന്നതിന്റെ കൗതുകത്തിലാണ് രാജ്യം. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി ദളപതി വിജയ് പെരുമ്പൂരിൽ നിന്ന് ജനവിധി തേടുമ്പോൾ ഉലകനായകൻ കമൽഹാസൻ സ്വീകരിച്ച നിലപാടുകൾ തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രം എന്നും സിനിമയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. MGRും ജയലളിതയും കരുണാനിധിയും വെള്ളിത്തിരയിൽ നിന്ന് ഭരണസിംഹാസനത്തിലേക്ക് എത്തിയവരാണ്. ആ പരമ്പരയിലെ പുതിയ കണ്ണിയായി കമൽഹാസനും വിജയും മാറുമ്പോൾ ഇരുവർക്കു മുന്നിലുള്ള രാഷ്ട്രീയ വെല്ലുവിളികളും അവർ സ്വീകരിക്കുന്ന വ്യത്യസ്തമായ ശൈലികളും ശ്രദ്ധേയമാണ്. പെരമ്പൂരിൽ വിജയ് മത്സരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ താൻ എന്തിനതെല്ലാം ശ്രദ്ധിക്കണം എന്ന കമൽഹാസന്റെ മറുപടി വലിയ വാർത്താ പ്രാധാന്യം നേടി. ഇതിനെ രണ്ട് രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. സ്വന്തം പാർട്ടിയായ മക്കൾ നീതി മയ്യം, തന്റെ സഖ്യകക്ഷിയായ DMK എന്നിവയുടെ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നേതാവിന്റെ പക്വതയായി ഇതിനെ ഒരു വിഭാഗം കണക്കാക്കുന്നു. മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അമിത താല്പര്യം കാണിക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്ന നിലപാടിലാകാം അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. അതേസമയം സിനിമാ രംഗത്തെ ഒരു ജൂനിയർ സഹപ്രവർത്തകൻ എന്ന നിലയിൽ വിജയുടെ പുതിയ തുടക്കത്തിന് ഒരു വിജയാശംസ നേരാമായിരുന്നു എന്ന് കരുതുന്നവരും കുറവല്ല. രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും വ്യക്തിപരമായ സൗഹൃദം പ്രകടിപ്പിക്കുന്ന തമിഴ് രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് കമൽഹാസൻ മാറി നടന്നു എന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച കമൽഹാസൻ ഇക്കുറി DMK നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ ഭാഗമാണ്. സീറ്റുകളുടെ എണ്ണത്തെക്കാൾ ഉപരിയായി BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനാണ് താൻ ഈ സഖ്യത്തിൽ ചേർന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. തന്റെ രാഷ്ട്രീയ കടമയ്ക്കാണ് മുൻഗണനയെന്നും രാജ്യം നേരിടുന്ന പ്രത്യേക സാഹചര്യത്തിൽ വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രായോഗികതയെ കാണിക്കുന്നു. എന്നാൽ വിജയുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് യുവാക്കളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും ഇടയിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടറിയണം. കമൽഹാസനും വിജയും ഒരുപോലെ നേരിടുന്ന വെല്ലുവിളിയാണ് സിനിമയും രാഷ്ട്രീയവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ രജനീകാന്തുമായിട്ടുള്ള ചിത്രത്തിൽ അഭിനയിക്കുമെന്ന് കമൽഹാസൻ അറിയിച്ചത് അദ്ദേഹം ഇപ്പോഴും സിനിമയെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ്. മറുഭാഗത്ത് രാഷ്ട്രീയത്തിനായി സിനിമ പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് വിജയ് രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടർമാർക്കിടയിൽ ഈ രണ്ട് നിലപാടുകളും വ്യത്യസ്തമായ സ്വാധീനമായിരിക്കും ചെലുത്തുക. പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനെ ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കുമോ അതോ പ്രായോഗികമായി രണ്ടിനെയും കൊണ്ടുപോകുന്ന കമൽഹാസനെ സ്വീകരിക്കുമോ എന്നത് ഏപ്രിൽ 23 ഫലം തെളിയിക്കും. വിജയ് തന്റെ ആദ്യ പോരാട്ടത്തിനായി പെരുമ്പൂർ തിരഞ്ഞെടുത്തത് കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഭാഗമായിട്ടാണ്. ചെന്നൈയിലെ ഈ മണ്ഡലം യുവജനങ്ങൾക്കും സാധാരണക്കാർക്കും വലിയ സ്വാധീനമുള്ള ഒരിടമാണ്. കമൽഹാസൻ DMK സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ വിജയ്ക്കെതിരെ സഖ്യത്തിന്റെ ശക്തമായ പ്രചാരണം ഉണ്ടാകും. തന്റെ സിനിമാ സഹപ്രവർത്തകനെതിരെ തന്റെ സഖ്യം പോരാടുമ്പോൾ കമൽഹാസൻ സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ ധാർമ്മികതയുടെ ഉരകല്ലായി മാറും. കമൽഹാസന്റെ പ്രതികരണം ഒരു തന്ത്രപരമായ മൗനമാണോ അതോ സ്വാഭാവികമായ നിസ്സംഗതയാണോ എന്നത് തർക്കവിഷയമാണ്. രാഷ്ട്രീയത്തിൽ ആരും സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ അല്ല. സിനിമാ പർദ്ദയിലെ ഉലകനായകനും ദളപതിയും രാഷ്ട്രീയ പിച്ചിൽ ഏറ്റുമുട്ടുമ്പോൾ അത് തമിഴ് ജനതയ്ക്ക് ഒരു പുതിയ അനുഭവമാണ്. ആശംസകൾ നേരാത്ത കമൽഹാസന്റെ നിലപാട് രാഷ്ട്രീയ പക്വതയായി ഒരു വിഭാഗവും മര്യാദകേടായി മറ്റൊരു വിഭാഗവും കാണുന്നു. എന്തായാലും ഏപ്രിൽ 23 തമിഴ് ജനത നൽകുന്ന വിധി ഈ രണ്ട് താരങ്ങളുടെയും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.